السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെയധികം പ്രസംഗങ്ങൾ ഇനിയും നടക്കാനിരിക്കുന്നു. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പാലക്കാട് ജില്ല മുസ്ലിം ജമാഅത്തിന്റെ രൂപീകരണമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെയും ഒന്ന് പങ്കെടുത്ത് കൊട്ടൂക്കര പള്ളിയുടെ ഉദ്ഘാടനം മഹാനായ സുൽത്താനുൽ ഉലമ മഗ്‌രിബിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ് ഇങ്ങോട്ടെത്തും ആകാംക്ഷയോടെ നാം അതാണ് കാത്തിരിക്കുന്നത്. അവിടെയും ഒന്ന് പോകേണ്ടതുണ്ട്. ശേഷം വേറെയും ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അതുകൊണ്ട് ഉദ്ഘാടന ചടങ്ങ് മാത്രമേ ഞാൻ നിർവഹിക്കുന്നുള്ളൂ. മഹത്തായ ഈ സ്ഥാപനം ദാറുൽ ഫലാഹ്, എല്ലാ അർത്ഥത്തിലുമുള്ള ഫലാഹ്, വിജയം അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതിൻ്റെ 15ാമത് വാർഷികവും 15 ഹിഫ്ളാക്കിയ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയ ഹാഫിളീങ്ങൾക്കുള്ള സനദ്ദാനവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ കാരക്കുന്ന പ്രദേശത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ കാരക്കുന്നെന്ന് പറയുമ്പോൾ ആദ്യമായി മനസ്സിൽ ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട കാരക്കുന്ന് ഉസ്താദിനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബന്ധം മഹാനവറുമായി ഉണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ നാട്ടിൽ ഓതിപ്പടിച്ച ഒരു മഹാനാണ് കാരക്കുന്ന് ഉസ്താദ്. 1953-54 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ അവിടെ പഠിക്കുന്ന കാലഘട്ടമാണ്. അതേ 54-ൽ അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പാണ് എൻ്റെ ജനനമുണ്ടായത്. നെല്ലിക്കുത്ത് ബഹുമാനപ്പെട്ട കാരക്കുന്ന് ഉസ്താദ് എപ്പോഴും എന്നോട് പറയാറുണ്ട്, നിങ്ങൾ ഒരു മുസ്ലിയാരായത് ഞങ്ങളുടെയൊക്കെ ദുആ കൊണ്ടാണ്. നിങ്ങളെ പിതാവ് ഞങ്ങളോടൊക്കെ ദുആർക്കാനം പറയാറുണ്ട്. ഞങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നത്, എൻ്റെ ഉമ്മയുടെ കുടുംബത്തിലോ ഉപ്പയുടെ കുടുംബത്തിലോ എൻ്റെ ഓർമ്മയിൽ ഒരു മുസ്ലിമില്ല. പിന്നെ ഞാൻ ഈ രംഗത്ത് വരാനുള്ള പ്രത്യേക കാരണം, അന്നവിടെ പഠിച്ചിരുന്ന കൂട്ടത്തിലെ മുതിർന്ന വിദ്യാർത്ഥിയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉസ്താദ് അവർകൾ. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. മഹാനവറുകളുടെ ആ പ്രചോദനം തന്നെയായിരുന്നു. അത് എൻ്റെ ഉപ്പയും സ്മരിക്കാറുണ്ട്. മുഹമ്മദ് ഉസ്താദാണെങ്കിൽ സാധാരണ ഒരു മുസ്ലിയരെ പോലെയല്ല. പഠിച്ച കാലത്ത് ഏതൊക്കെ സ്ഥലത്ത് പഠിച്ചു അവിടെയെല്ലാം പോകും. ഏതെല്ലാം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു അവിടെയെല്ലാം വരും. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം റമദാൻ ആകുമ്പോൾ, റമദാനിൻ്റെ 3ാമത്തെ വെള്ളിയാഴ്ച പൊന്മള വലിയ ജുമാഅത്ത് പള്ളിയിൽ മുഹമ്മദ് മുസ്ലിയാരുടെ ദിവസമാണ്. മഹാനവറുകൾ അവിടെ പഠിക്കുന്ന കാലത്തും ആ 3ാമത്തെ ആഴ്ചയിൽ അവിടെ പ്രസംഗം നടത്തും. പോയതിനു ശേഷവും എല്ലാ കൊല്ലവും അവിടെ വരാറുണ്ട്. ഒരു വെള്ളിയാഴ്ച തെറ്റിയാൽ അത് ഖളാ കൂട്ടും. എന്നിട്ട് അന്ന് ഭക്ഷണം കൊടുത്ത വീടുകളിലൊക്കെ പോവും. അന്ന് ഭക്ഷണം കൊടുത്തവർ മരിച്ചുപോയി കാണും, എന്നാലും അവിടെ ചെല്ലും. അങ്ങനെ മഹാനവറുകൾ വഫാത്താകുന്നത് വരെ എൻ്റെ വീട്ടിലും പലപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ നാട്ടിലെ എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് മഹാനവറുകൾ. അവിടെ മാത്രമല്ല, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ മൂപ്പർ ബന്ധപ്പെട്ട സ്ഥലത്തൊക്കെ റമദാൻ മാസത്തിൽ വരികയും അവിടെ പോയി ദുആ ചെയ്തു കൊടുക്കുകയും, അത് വലിയ ഒരു സന്തോഷമാണ് വീട്ടുകാർക്കൊക്കെ. എൻ്റെ ഉമ്മ, വയസ്സായ ഉമ്മ ചോദിക്കും, മുഹമ്മദ് ഊലേര് കണ്ടില്ലോ, എന്താ വരാത്തതെന്നാവോ?
അതുപോലെ അവിടുന്ന് ഭക്ഷണത്തിന് പോയിരുന്ന എല്ലാ വീടുകളിൽ നിന്നും അന്വേഷിക്കും. അങ്ങനെ ആ വീടുകളുമായി രാജ്യവുമായി ഒക്കെ വലിയ ബന്ധമുള്ള ഒരാള് എന്ന നിലക്ക് ഞാൻ ഇങ്ങനെ ഓതിപ്പടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും വലിയ പ്രചോദനം തന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു. അള്ളാഹു അവിടുത്തെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ധാരാളം പേര് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് അടക്കമുള്ള മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും അടക്കമുള്ള ഒരുപാട് ആലിമീങ്ങളും നേതാക്കളും ഉസ്താദുമാരും അവർക്കൊക്കെയും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും സ്വർഗീയ ആനുഭൂതികളും കൊടുക്കട്ടെ. ഇപ്പോ നമ്മൾ ഇവിടുന്ന് അറിഞ്ഞു, മഹാനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം കൂടിയായ ഹംസ മുസ്ലിയാർ മഞ്ഞപ്പറ്റ അവരുടെ ജ്യേഷ്ഠ സഹോദരൻ മരിച്ചിരിക്കുന്നു. അള്ളാഹു അവരുടെയും ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. എല്ലാ ദോഷങ്ങളെയും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട സഖാഫി വളരെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ചെറുതായി ആരംഭിച്ചതാണെങ്കിലും അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് ഇതിന്ന് വളർന്ന് വലുതായി കൊണ്ടിരിക്കുന്നു. ഇനിയും വലിയ ഉയർച്ചയും വളർച്ചയും അള്ളാഹു നൽകട്ടെ. അതിനുള്ള എല്ലാ കഴിവുകളും വളർത്തിയെടുക്കാനുള്ള എല്ലാ കഴിവും സംശയവും എല്ലാം അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേകമായി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആർക്കണമെന്ന വസിയത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.